പ്രമുഖ ചലച്ചിത്ര നടിക്ക് എതിരെ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സ്കൂൾ കലോത്സവ ഗാനത്തിന്റെ നൃത്തം ചിട്ടപ്പെടുത്താൻ പണം ചോദിച്ചതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടിയാണ് ഈ നിലപാട് എടുത്തതെന്നും മന്ത്രിയുടെ കടുത്ത വിമർശനം. മന്ത്രിയുടെ പ്രസംഗം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിഷയം വൻ ചർച്ചയാണ്. റിപ്പോർട്ട് കാണാം ആദ്യം. ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുക്കാനാണ് പ്രമുഖ നടിയെ വിദ്യാഭ്യാസ വകുപ്പ് സമീപിച്ചത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിന് നൃത്തച്ചുവടുകൾ ചിട്ടപ്പെടുത്തണം. പ്രമുഖ നടി ഇതിനായി 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു. ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രമുഖ നടിക്കെതിരെ പരസ്യമായി ആഞ്ഞടിച്ചു. നടൻ സുരാജ് വെഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ളവർ ഉള്ള ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ രോഷപ്രകടനം. നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മന്ത്രിയുടെ പ്രസംഗം വാർത്തയായതോടെ സമൂഹമാധ്യമങ്ങളിൽ നടി ആരെന്ന ചർച്ച സജീവമാണ്. എന്നാൽ നടിയുടെ പേര് മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല. പേര് പുറത്തു പറയില്ലെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ പ്രതിഫലം ചോദിച്ച നടിയുടെ നിലപാടിനെ വിമർശിച്ചും അനുകൂലിച്ചും സമ്മിശ്ര പ്രതികരണങ്ങളാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നത്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചിലർ. പ്രതിഭകളെ വാർത്തെടുക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രതിഫലം ചോദിച്ചത് തെറ്റെന്ന് മറ്റു ചിലർ. മന്ത്രിയുടെ വിമർശനത്തിന് ആ നടി തന്നെ മറുപടി പറയട്ടെ എന്നാണ് ചിലരുടെ അഭിപ്രായം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ ഈ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലടക്കം നടന്നുകൊണ്ടേയിരിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ മന്ത്രിയെ അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രതിഫലം ചോദിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന ചോദ്യവും വളരെ പ്രസക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇരു ദിശകളിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് കൂടി ഒന്ന് വിശകലനം നടത്താം. നമ്മോടൊപ്പം സുധീർ കരമന നടൻ തത്സമയം ചേരുന്നുണ്ട്. നൃത്ത അധ്യാപികയായ ബിജുല ബാലകൃഷ്ണനെ നമ്മൾ തത്സമയം നമ്മോടൊപ്പം ഉണ്ട്. ആശാചരത്തിനെയും നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ സുധീർ കരമന, താങ്കൾ ഇന്നലെ വെഞ്ഞാറമ്മൂട് നടന്ന മന്ത്രി നടത്തിയ പ്രസ്താവന അതിന് വേദിയായിട്ടുള്ള ഇടത്തായിരുന്നു താങ്കളും ഇന്നലെ ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്, നേരിട്ട് താങ്കൾ കേട്ടതാണ്. അപ്പോൾ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ 2 വഴിക്ക് ചർച്ച നടക്കുകയാണ്. നടി ആരാണെന്ന് മന്ത്രി തന്നെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇതിൽ ഏത് ദിശയിലാണ് ഈ വിഷയത്തെ, സംഭവത്തെ വ്യാഖ്യാനിക്കാനും വിലയിരുത്താനും കാണാനും മുൻ അധ്യാപകൻ കൂടിയായ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇന്നലെ വൈകുന്നേരം വെഞ്ഞാറമൂട് ശ്രീ രാമചന്ദ്രൻ സ്മാരക നാടകോത്സവ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഞാൻ കേൾക്കുകയുണ്ടായത്. വളരെയധികം പ്രയാസമാണ് തോന്നിയത്. കാരണം മന്ത്രി പറഞ്ഞത് പ്രതിഫലം മേടിക്കുന്നതിന് എതിർത്തുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിഫലം ചോദിച്ചത് എന്തിന്, ഏത് സമയത്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും യുവജനോത്സവ വേദി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുകയും യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യുവജനോത്സവം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചോളം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് പറയുന്ന നമ്മളെ സ്കൂൾ യുവജനോത്സവ വേദികൾ, അവിടെ എപ്പോഴും നമ്മൾ എത്താൻ ആഗ്രഹിക്കാറുണ്ട്. എനിക്കെപ്പോഴും ഇപ്പോഴും ഒരു ആവേശം തന്നെയാണ് യുവജനോത്സവം എന്ന് പറയുന്നതും. കലാലയ മത്സരങ്ങളിലൂടെയാണ് ഞാനും അഭിനയ രംഗത്ത് വന്നത്. പല പരിപാടിക്കും വിളിക്കുമ്പോഴും ഞാൻ പോകാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ സാമ്പത്തികമായ ഒന്നും നോക്കാറില്ല. പ്രത്യേകിച്ചും സർക്കാർ നടത്തുന്ന, സർക്കാരിന് യാതൊരു വിധത്തിലുമുള്ള സാമ്പത്തികമായ നേട്ടമില്ലാത്ത ഒരു പരിപാടിയും എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു പരിപാടിയുമാണ് ഇത്തരത്തിലെ സംസ്ഥാന യുവജനോത്സവം എന്ന് പറയുന്നത്. മറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുന്നിടത്തും ഞാനും ചോദിക്കാറുണ്ട്, അത് തെറ്റാണെന്ന് പറയുന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായി സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ഇത്തരത്തിലൊരു പരിപാടി എന്ന് പറയുമ്പോൾ സത്യത്തിൽ വളരെ സന്തോഷത്തോടെ നമ്മൾ ഉൾക്കൊള്ളുന്നൊരു പരിപാടിയാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ വളരെ വ്യക്തമായി പറയട്ടെ, ഈ പറയുന്ന ആരെക്കുറിച്ചാണ് എന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ട് ഒന്നും എനിക്കറിയില്ല. അമ്മയിലെ അംഗമാണോ ഈ പറയുന്ന ആളെന്നും എനിക്കറിയില്ല.
ചോദിച്ചത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി ചോദിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. മന്ത്രി തന്നെ എന്തായാലും അത് പറയേണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല, കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില ഹിന്റുകൾ, ക്ലൂ അദ്ദേഹം പറയുന്നത് ഈ കലോത്സവത്തിലൂടെ തന്നെ വളർന്ന സിനിമയിലേക്ക് എത്തുകയും അങ്ങനെ സിനിമയിൽ പ്രശസ്തി കൈവരികയൊക്കെ ചെയ്ത ഒരു താരമായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് വിട്ടുപോയി, പിന്നെ വീണ്ടും സജീവമാകാൻ ശ്രമിച്ചു, സിനിമയിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കലോത്സവത്തിൽ കൂടെ പിടിച്ചു കയറി പാത വെട്ടിത്തെളിച്ച ഒരു നടിയുടെ ഭാഗത്തു നിന്നും ഇതുണ്ടാകുമ്പോൾ അത് അഹങ്കാരം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല പണത്തോടുള്ള ആർത്തി എന്നാണ്. മന്ത്രിയുടെ വാക്കുകൾ അല്പം കടുത്തുപോയോ, അതോ അങ്ങനെ പറയേണ്ടി വരുന്നതാണോ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് അത്രത്തോളം തുടിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ കേട്ടത് ആദ്യം ചെയ്യാമെന്ന് പറയുകയും പിന്നെ സാമ്പത്തികം ചോദിച്ചു, അത് റെമ്യൂണറേഷനായിട്ട് തന്നെ ചോദിച്ചു, അല്ലാതെ യാത്രയ്ക്കോ മറ്റൊന്നിനോ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മന്ത്രിക്കുണ്ടായ ഒരു ദേഷ്യമാകാം അത്തരത്തിൽ ഒരു പ്രസ്താവനയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വേദികൾ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹിൻ്റൊന്നും കിട്ടാൻ ഇതിനകത്ത് ഒന്നുമില്ല. കാരണം ഒരുപാട് ഞാൻ ഉൾപ്പെടെയുള്ളവർ കലാലയത്തിൽ മത്സരങ്ങളിലും കലാരംഗത്ത് മത്സരിക്കുകയും സ്കൂളിലും മത്സരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് സിനിമാ രംഗത്തേക്കോ അല്ലെങ്കിൽ നാടകരംഗത്തേക്കോ പ്രവർത്തിക്കുന്നത്, അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ആരാണെന്നൊന്നും നമുക്കൊരിക്കലും പറയുന്നില്ല. മന്ത്രി തന്നെ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് അത് വെളിപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, പറയാനും ആഗ്രഹിക്കുന്നില്ല, എനിക്കറിയത്തുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിമേൽ നമുക്ക് വരുന്ന ഇത്തരത്തിലുള്ള യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് തീർച്ചയായും സിനിമയിലുള്ള സംവിധായകരും നടന്മാരും നടിമാരും എല്ലാം അവിടെ പോകാനും, നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട് 0 hour എന്നോ അല്ലെങ്കിൽ കൂൾ ഓഫ് ടൈം എന്നൊക്കെ എക്സാമിന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിന്റെ പരിപാടികളും ഇൻഫോർമേറ്റീവ് പരിപാടികളാണെങ്കിലും ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടാണ് അവരുടെ താരമൂല്യം അനുസരിച്ചാണ് അവരെ സർക്കാർ തന്നെ പരിപാടികളിലേക്ക് ആ പണം നൽകി റെമ്യൂണറേഷൻ നൽകിയിട്ടാണ് ക്ഷണിക്കുന്നത്. ഇതിവിടെ കോണ്ടസ്റ്റിൻ്റെതാണോ ഒരു പ്രശ്നമായി മാറുന്നത്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും സഹകരിക്കും. മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അല്ലെങ്കിൽ ആശാ ശരത്തായാലും, ആശാ ശരത്തൊക്കെ വരുന്നു, അവരൊക്കെ ഈ പരിപാടിക്ക് വരുമ്പോഴും അവർക്കൊക്കെ വേണമെങ്കിൽ വിലയിടാം. പക്ഷേ വിലയില്ലാതെ ആ കുട്ടികളുടെ അടുത്തേക്ക് കുറച്ചു നേരം റിലാക്സ് ചെയ്യുക, അവരെ കൂടി അവരുടെ ആ ഒരു മനസ്സൊക്കെ കാണുക, അതാണോ ചെയ്യേണ്ടിയിരുന്നത്? അവിടെയാണ് അല്ലാതെ സാമ്പത്തികമായി ചോദിച്ചതിന് മന്ത്രി വിമർശിക്കുകയല്ല ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഈ ഒരു പരിപാടിക്ക് ചോദിച്ചു, പ്രതിഫലം ചോദിച്ചു എന്നുള്ളതാണ് വിഷയം. ഇത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏതാണ്ട് 49 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാവരും വളരെ ആകാംക്ഷയോടെയും വളരെ സന്തോഷത്തോടെയും സാമൂഹിക പ്രതിബദ്ധതയോടെയും കാണേണ്ടി വരുന്ന ഈ ഒരു പരിപാടിക്ക് അതോ ഈ പറഞ്ഞയാൾ ഒരു സജഷനായി ചോദിച്ചതാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും മന്ത്രി പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. മന്ത്രി പറയുന്നത് 100% വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അങ്ങ് കുറച്ച് സമയം കൂടി തുടരുക, തിരക്കാണെന്നറിയെങ്കിൽ കൂടിയും. ബിജുല ബാലകൃഷ്ണൻ നൃത്താധ്യാപികയാണ്. ശ്രീമതി ബിജുല ബാലകൃഷ്ണൻ, കാരണം ഇവിടെ 2 തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. 2 വശം എനിക്കും തോന്നുന്നു 2 വശം അതിലുണ്ടാകാമായിരിക്കാം. കാരണം തൻ്റെ ശേഷി, തൻ്റെ കലാപരമായ ശേഷിയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു നിമിഷത്തിൽ ഒരു വിലയിടാനുള്ള അല്ലെങ്കിൽ വില പറയാനുള്ള ഒരു അവകാശം ആരെ സംബന്ധിച്ചോളം ഉണ്ടാകും. പക്ഷേ ഒരു നേരത്തെ സുധീർ കരമന പറഞ്ഞതുപോലെ കുട്ടികളുടെ ഒരു പരിപാടിയാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കലാ സമ്മേളനമാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ തുറന്ന മനസ്സോടുകൂടി എത്തുക, മറ്റെല്ലാം മാറ്റിവെച്ച് അവിടേക്ക് എത്തുക, അതിനായിരുന്നു ഒരു വേദി ഒരുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇത്തരം ചർച്ചകൾ പോലും ഒരു ശരിയായ ദിശയിലേക്കല്ല എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? താങ്കൾ ഈ സംഭവത്തെ, ഈ വിഷയത്തെ, ഇന്നത്തെ കേട്ട ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം മന്ത്രിക്ക് ഇങ്ങനെയൊരു ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ആരാണെന്നറിയില്ല, നടിയോ നടനോ ആരാണിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിന് അവർ ചെയ്യുന്ന ജോലിക്കുള്ള കാശാണ് അവർ ചോദിച്ചതെന്ന് വെച്ചാൽ അത് അവർക്ക് അർഹതപ്പെട്ട തന്നെയല്ലേ. അവർ ചെയ്യുന്ന ജോലിക്ക് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമലായിട്ടുള്ളൊരു തുകയാണെന്ന് വെച്ചാൽ അത് സർക്കാർ കൊടുക്കാവുന്നതാണെന്ന് വെച്ചാൽ എല്ലാ നർത്തകന്മാരും ഈ ഒരു തൊഴിൽ വെച്ച് ജീവിക്കുകയാണെന്ന് വെച്ചാൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ സാമ്പത്തികം കൊടുക്കുന്നതിൽ തെറ്റില്ല. ഒരു നല്ലൊരു സാമ്പത്തികമാണ് എന്ന് വെച്ചാൽ സർക്കാരിന് താങ്ങാവുന്ന ഒരു സാമ്പത്തികമാണ് ചോദിക്കണമെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത്രയും വലിയൊരു കല ഏഷ്യയിൽ നടക്കുന്ന കലയാണെങ്കിലും അതിനും വരവും ചെലവും പോക്കും എല്ലാം ചിലവ് തന്നെയല്ലേ. ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും ആ നർത്തകി എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഒരു കൊറിയോഗ്രാഫി ചെയ്യുക. അപ്പം അതിൻ്റെയൊക്കെ ഒരു ചിലവ് വഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
പിന്നെ നിങ്ങൾ ഈ നടിമാരുടെ അടുത്ത് തന്നെ പോയി പഠിപ്പിക്കണം എന്ന്, നടിമാരെ കൊറിയോഗ്രാഫി തന്നെ വേണമെന്ന് നിർബന്ധ ബുദ്ധി അത് ഇല്ലാതിരുന്നാൽ കുറച്ചും കൂടെ സാമ്പത്തികം എത്രയോ നല്ല അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രീമതി ബിജുല. അതായത് അതാണ് എല്ലാവരും ഒരു വശമായി ചർച്ച ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അവിടേക്ക് മാത്രമേ പോകാമായിരുന്നുള്ളൂ. എത്രയോ നൃത്ത കലാലയങ്ങൾ അല്ലെങ്കിൽ നൃത്ത ക്ഷേത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, കലാലയങ്ങളുണ്ട്, അവിടെയുള്ള അധ്യാപകരുണ്ട്. ശരി, ഇപ്പൊ ട്രിവാൻഡ്രത്താണ് ആ കലോത്സവം നടക്കുന്നത്. പറഞ്ഞു, ട്രിവാൻഡ്രത്താണ് കലോത്സവം നടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇഷ്ടം പോലെ നല്ല നല്ല നർത്തകിമാരും കൊറിയോഗ്രാഫേഴ്സും നല്ല ഡാൻസേഴ്സും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്തുകൊണ്ട് സർക്കാർ ചോദിച്ചില്ല? ഒരു നടിയുടെ അടുത്ത് തന്നെ ചോദിച്ചതുകൊണ്ടാണ്. നടിമാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. നടിമാർക്ക് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സാധാ ഒരു ഗുരുവിന്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന നല്ലൊരു ഗുരുവായിരിക്കും, നല്ല സ്റ്റുഡൻസ് ആയിരിക്കും, നന്നായി പഠിപ്പിക്കുന്ന സാറായിരിക്കും. പക്ഷേ അവർക്കൊന്നും കൊടുക്കാൻ ആരും കാശ് കൊടുക്കാൻ റെഡി ആവുന്നില്ല. ഈ നർത്തകി ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് തന്നെ പോയാലേ, ആർട്ടിസ്റ്റുകൾ വന്ന് കളിപ്പിച്ചാലേ അത് നന്നാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണെന്ന് എൻ്റെ നിഗമനം. അല്ല, പക്ഷേ ശ്രീമതി ബിജുല ബാലകൃഷ്ണൻ, അതായത് ഈ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നടിയാണ്. അപ്പോൾ അത്രമേൽ അതിനോട് ആഭിമുഖ്യവും ഒരു നൈതികതയൊക്കെ കാട്ടേണ്ടിയിരുന്നു. പണത്തിന് പിന്നാലെ പോകേണ്ടിയിരുന്നില്ല. അവർക്ക് പണത്തോട് ആർത്തിയാണ്. ഈ 5 ലക്ഷമൊക്കെ വിലയിടുമ്പോൾ അതൊരു തെറ്റായ രീതിയിലല്ലേ? അതിന്റെ കോണ്ടസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? നേരത്തെ സുധീർ കരമന പറഞ്ഞതും കൂടി നമ്മൾ ശരിവെക്കേണ്ടതല്ലേ? ശരിയാണ്, അതാ പറഞ്ഞത്. നിങ്ങൾ ഈ നടിമാരുടെ അടുത്ത് പോകുമ്പം അവർക്കൊരു വാല്യൂ വെച്ചിട്ടുണ്ടാവുമല്ലോ. അവരുടെ വാല്യൂ ഒരിക്കലും താഴോട്ട് ഇടിയാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് ആ നടി പറഞ്ഞിട്ടുണ്ടാവുക. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ വീണ്ടും ചോദിക്കുന്നതാണ്, എന്തിന് ഈ നടിമാരുടെ അടുത്ത് മാത്രം പോകുന്നു നിങ്ങൾ? സാറിന് വേണമെങ്കിൽ, ഇപ്പം മന്ത്രിക്ക് വേണമെങ്കിൽ സാധാ ഒരു നല്ലൊരു ടീച്ചറെടുത്ത്, ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ആ ടീച്ചറെടുത്ത് ചോദിക്കാമായിരുന്നു. അപ്പോൾ ഇത്ര വിലയിരുത്തില്ലായിരുന്നു. പിന്നെ ആ നടി ഇതിൽ നിന്ന് വന്നതാണെന്ന് വെച്ചാലും അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അവർ ലക്ഷങ്ങളാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും കൂടെ ഞാൻ പറയാം, കോഴ കൊടുക്കേണ്ടത്. ആ കോഴയ്ക്ക് പോലും കാശ് കൊടുത്തിട്ടാണ് നമ്മൾ. ഇപ്പോൾ കോഴ കാലമാണെന്നറിയാം. യുവജനോത്സവം എന്ന് പറഞ്ഞാൽ കോഴയാണെന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ളൊരു പറച്ചിലല്ല, സത്യം കൂടെയാണ്. അതിൽ കുറേ സത്യങ്ങളുണ്ട്. അപ്പോൾ ഈ കോഴയും കൂടെ കൊടുത്തിട്ടാണ് ഒരു നർത്തകിയായാലും അവർ ഫിലിം സ്റ്റാർ ആവുന്നതും സീരിയൽ നടി ആവുന്നതും ഒക്കെ പിന്നത്തെ കാര്യമാണ്. അപ്പോൾ അവർ പഠിക്കണ സമയത്ത് അവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. അവർ ഇത്രയും തുക ചോദിച്ചില്ലെങ്കിലും അവർ ചോദിച്ചതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതാണ് ഞാൻ പറയണത്, നമ്മുടെ ഈ കോഴയാണ് ഈ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കോഴയുടെ ഒരു ഇതിൽ കൂടെ വളർന്നു വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്ന സർക്കാർ ഇത്രയും കാശ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അവർ അങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എൻ്റെ പറയാണെന്ന് വെച്ചാൽ ഇല്ല, കാണുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ചോദിക്കാനുള്ള അവരിത്രയും വലിയ ഫിലിം സ്റ്റാർസ് നിങ്ങൾ സർക്കാർ തന്നെയാണ് ഇത് വളം വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ, സർക്കാർ ഒരു സിനിമാ നടി ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ 10 ലക്ഷം 12 ലക്ഷം 20 ലക്ഷം വരെ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ നോർമലായിട്ടുള്ള അവരെങ്ങനെ ഡാൻസ് ചെയ്യണോ എന്നുള്ളതല്ല അവിടെ മെയിൻ. അവർ ഫിലിം സ്റ്റാറാണ്, ഫെയിമാണ്, അവർ സെലിബ്രിറ്റിയാണ്. ഇതുകൊണ്ടാണ് അവരിത്രയും തുക പറഞ്ഞത്. അപ്പം അവർക്ക് പറയാമല്ലോ, ഒരു നടിക്ക് 20 ലക്ഷം കൊടുക്കാമെങ്കിലും സാധാ ഒരു ആർട്ടിസ്റ്റ് പോയിട്ട് എവിടെ പ്രോഗ്രാം ചെയ്യണം? ഒരു സർക്കാരിൻ്റെ അടുത്ത് പോയി സർക്കാർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിലും അവിടെ പോകുമ്പോൾ സാധാ ഒരു നർത്തകിയോ ഒരു നർത്തകനോ കിട്ടുന്ന, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു ടീച്ചർക്കോ കിട്ടുന്ന ഒരു ഭയങ്കര അതൊരു പോയിന്റ് ആയിട്ട് തീർച്ചയായും സുധീർ കരമന അങ്ങ് എങ്ങനെയാണ് ഇതിനെ പോയിട്ട്? കാരണം അതായത് മന്ത്രിക്ക് വേണമെങ്കിൽ മറ്റുള്ള എത്രയോ പേരുണ്ടായിരുന്നു, ഇവരെ പോലെയൊക്കെയുള്ള കലാകാരികൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. ആ കലാകാരി അവരുടെ രീതിയിൽ അവർക്ക് വിലയിടാനുള്ള, തൻ്റെ മൂല്യത്തിനനുസരിച്ച് ബ്രാൻഡ് അനുസരിച്ച് വിലയിടാനുള്ള അവകാശമുണ്ട്. അതിനെ തെറ്റായി കാണേണ്ടതില്ല. എന്നാലും മറുവശത്ത് ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. സുധീർ കരമന പറയുന്ന ഈ ബിജുല പറഞ്ഞ ഈ വാദഗതിയോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലല്ല, ഒരു നടിക്കോ അല്ലെങ്കിൽ ഒരു കലാകാരിക്കോ തീർച്ചയായും അവർക്ക് അവരുടേതായ വിലയിടാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചോദിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നതിനോ കുട്ടിയുടെ മേക്കപ്പിനോ കുട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് പൈസ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
അതിനൊക്കെ ആയിരക്കണക്കിന് രൂപയാകുന്നൊരു കാര്യമാണ്. അതിനാണ് ചോദിച്ചെങ്കിൽ തെറ്റായിട്ട് പറയുന്നില്ല. ഇതൊരു റെമ്യൂണറേഷനായിട്ട് ചോദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നടിക്ക് പകരം മറ്റുള്ള സ്കൂളിലെ അധ്യാപകരെ ഉള്ളവരെ വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി വരുന്നതാണ്, അപ്പോഴും പൈസ കൊടുക്കുമ്പോൾ നേരത്തെ തിരിച്ചായിരിക്കും അപ്പോൾ പറയുക. നടിക്കാണെങ്കിൽ വേറെ വിധത്തിൽ പൈസ കിട്ടുന്നുണ്ട്, ഞങ്ങൾ സ്കൂൾ മാത്രം നടത്തുന്നില്ല, ഞങ്ങൾക്ക് സ്കൂളിൽ അപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക യുവജനോത്സവ പരിപാടിക്ക്, അതും ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിക്ക് കഴിയണതും പൈസ ചോദിക്കാതെ നമുക്ക് നമ്മളുടെ രീതിയിൽ വേണ്ട രീതിയിലുള്ള സഹായവും സഹകരണവും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ഒരു വിധപ്പെട്ട തൃശ്ശൂർ നടന്നപ്പോഴും പോയിരുന്നു, കൊല്ലത്ത് കഴിഞ്ഞവണ പോയിരുന്നു, ഈ തവണ തിരുവനന്തപുരത്ത് ഞാനും കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറും കൂടിയാണ്. തീർച്ചയായും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലുമുള്ള സഹകരണം യുവജനോത്സവം ബന്ധപ്പെട്ട് ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഞാൻ മറ്റൊന്ന്, ഇതിനകത്ത് സർക്കാരിന് വേറെ ലാഭമൊന്നും കിട്ടുന്ന ഒരു പ്രക്രിയയല്ല, അതുകൂടെ മനസ്സിലാക്കണം. സർക്കാരിന് ഇതിലൂടെ ലാഭിച്ചയോടെ ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല ഇത്. അപ്പോൾ സർക്കാർ ചെയ്യുന്നത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കാം പേര് കേട്ട ആരെങ്കിലും ഒക്കെ തീർച്ചയായും പ്രസിദ്ധരായ ആൾക്കാരെ. അപ്പോൾ ശ്രീ സുധീർ കരമന, ഇന്നലത്തെ വേദിയിൽ മന്ത്രി ഈ വാക്കുകൾ പറയുമ്പോൾ താങ്കളും ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി താങ്കൾക്കും ഇന്ന് ആരാണ് ആ നടി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്ന സംശയമാണ്. അപ്പോൾ ഈ നൃത്തരംഗത്തോടുകൂടി കടന്നു വന്ന ഒരുപാട് കലാകാരികൾ സിനിമയിൽ വന്നു പോയവരുണ്ട്, നിൽക്കുന്നവരുണ്ട്, പുതുതായി വരുന്നവരുണ്ട്. അപ്പോൾ മന്ത്രി ഇങ്ങനൊരു വിവാദത്തിന് തിരികൊടുത്തത് ശരിയായോ? അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാമായിരുന്നു. ഇപ്പോൾ പലരെയുമാണ് ആളുകൾ സംശയിക്കുന്നത്. ഒരുപാട് കലാകാരികളുണ്ട്, അവരുടെ പല രീതിയിലാണ് സംശയങ്ങൾ വരുന്നത്. അപ്പോൾ മന്ത്രിക്ക് ഇക്കാര്യത്തിലൊരു ക്ലാരിറ്റി കുറച്ചുകൂടെ വരുത്താമായിരുന്നില്ലേ എന്നത് ഒരു തോന്നൽ, അതിന് അർത്ഥതലങ്ങൾ ഉണ്ടോ? അത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ തെറ്റു പറയാൻ കഴിയുമോ? മന്ത്രിക്ക് അത് പേര് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരാളിനെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അതിന് കൂടുതൽ നമ്മൾ തന്നെ പേര് പറയിപ്പിക്കുക എന്നുള്ളതല്ല, അത്തരത്തിലുള്ള പ്രവണത വേണ്ട എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അടുത്തും അതിന് ശേഷവും ആരാണെന്നോ എന്താണെന്നോ സംസാരിക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മന്ത്രി പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം നമ്മൾക്ക് ചോദിക്കാനും ഞാനും ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യമേ ഉള്ളൂ, എനിക്കും 100% അറിയില്ല, ആരാണ് എന്നറിയില്ല. ആരായാലും ശരി തന്നെ, ഒറ്റ കാര്യമേ ഉള്ളൂ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ചോദിക്കാൻ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് കുട്ടികളുടെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, യുവജനോത്സവം പോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് നമ്മൾ കുറച്ച് സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നവർക്ക്, ഇല്ലെങ്കിൽ നമുക്ക് പല എക്സ്ക്യൂസും പറഞ്ഞ് മാറാൻ കഴിയുന്നതാണ്, അങ്ങനെ മാറാം. ഒരിക്കലും ഒരു സർക്കാർ എന്നെ പല പരിപാടിക്കും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ സിനിമയുടെ ഷൂട്ടുണ്ടെങ്കിൽ ഷൂട്ട് മാറ്റിവെച്ചിട്ട് വരണം എന്ന് പറയുക, അല്ലെങ്കിൽ സാമ്പത്തികമായി നേട്ടമുള്ള ഒരു കാര്യം മാറ്റിവെച്ചിട്ട് വരണം എന്ന് എൻ്റെ അടുത്ത് ഇന്നേ വരെ നിർബന്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, നമുക്ക് മറ്റൊരിടത്ത് എൻഗേജ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ബുദ്ധിമുട്ട് പറയാം. അതാണ്. അവസാനമായി ബിജുല ബാലകൃഷ്ണൻ, എന്തായാലും മന്ത്രി ഓൺ ചെയ്തിരിക്കുന്ന കാര്യം അത് പല സൂചകങ്ങളായി കേരളം ഇനി പരിശോധിക്കേണ്ടതാണോ? കാരണം ഇത്രയും നമുക്കറിയാമല്ലോ, കലോത്സവത്തെക്കുറിച്ചും അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ചും ഒക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു കലാകാരിയെ സംബന്ധിച്ച്, കലാകാരിയെ നമ്മൾ സമീപിക്കുമ്പോഴൊക്കെ ഉണ്ടാകാവുന്ന ചിലരൊക്കെ ഒരുപക്ഷെ നേരത്തെയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഘാടകർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി കാണും. മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓൺ ചെയ്തിരിക്കുന്നത് വ്യക്തമായൊരു സന്ദേശം കൂടി നൽകുന്നതാണോ? ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണോ? ഒരു സിനിമാ നടി എന്നൊരു ഇതിൽ പോയതുകൊണ്ടാണ് സർ ഇങ്ങനെയൊരു പ്രശ്നം വന്നത്. അതല്ലാതെ വരുമ്പം ഒരു സാധാരണ ഒരു ടീച്ചറെ എടുത്താൽ നിങ്ങൾ പോയതെന്ന് വെച്ചാൽ അവരും അവരെ കുട്ടികളെ കൊണ്ടുവരുന്ന ചമയത്തിനുള്ളതും ഡ്രസ്സിങ്, മേക്കപ്പ്, ഇതൊക്കെ അവർ എന്തായാലും അതിൻ്റെ ഒരു കൂലി അവർ കൊടുക്കണ്ടേ. അപ്പോൾ ഒരു സാധാരണ ഒരു ടീച്ചറെ അടുത്ത് പോയാലും അവർക്ക് എന്തെങ്കിലും സാമ്പത്തികം ഇല്ലാണ്ട് ശരിയാവില്ല. അതൊരു കലോത്സവമായാലും സ്കൂൾ കലോത്സവമായാലും എത്രയോ പ്രോഗ്രാംസ് ചെയ്യണം. ഇങ്ങനെ ഈ മന്ത്രിമാർ ഓരോ സ്ഥലത്ത് പ്രോഗ്രാംസ് ചെയ്യുന്നു, അവിടെയൊക്കെ കാശ് കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു 5 ലക്ഷം ചോദിച്ചത് കുറച്ച് ഓവറാണ്, എന്നാലും അതിനുള്ളൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്താ വെച്ചാൽ അവരും ജീവിക്കുന്ന ആൾക്കാർ, അതിൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ചമയം, വസ്ത്രാലങ്കാരം,
അപ്പം പിന്നെ കുട്ടികൾക്കുള്ള ഫുഡ്, അവർക്ക് എന്താ വെച്ചാൽ പ്രാക്ടീസിനൊക്കെ വരുമ്പം അവർക്കൊരു വെള്ളം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ എന്തിനും ആൾക്കാർ കാശ് ചിലവാവണമല്ലോ. അപ്പം ചെറിയൊരു റെമ്യൂണറേഷൻ കൊടുത്തിട്ട് 5 ലക്ഷം കൂടുതലാണ്, എന്നാലും റെമ്യൂണറേഷൻ കൊടുക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നുമായിട്ട് തോന്നുന്നില്ല. 5 ലക്ഷം ഒരു അഹങ്കാരമായി പോയില്ലേ? മന്ത്രി പറഞ്ഞത് 5 ലക്ഷം ചോദിച്ചത് അഹങ്കാരം എന്നാണ്. ചെറുതായിട്ട് എന്നാലും 5 ലക്ഷം ഇല്ലെങ്കിലും റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് എന്ത് കലയാണെങ്കിലും ഒരു ഗുരുവിന് കൊടുക്കേണ്ടത് അതൊരു സാമാന്യ നിലയിൽ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. 5 ലക്ഷമില്ല, എന്നാലും അതിനുള്ളൊരു ചിലവ്, അല്ലെങ്കിൽ കൊറിയോഗ്രാഫി ഒഴിവാക്കിയിട്ട് സമയത്തിനും അതിനുള്ള കാശ് കൊടുക്കുക എന്ന് പറഞ്ഞാലും ഇപ്പം എത്രയോ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കുട്ടികളെ ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കുറേ കാശില്ലാത്ത പിള്ളേരൊക്കെ വരുമ്പം ഓക്കെ ഫീസ് നമുക്ക് തരണ്ട എന്ന് പറഞ്ഞിട്ട് അത് ചെവി അറിയാതെയൊക്കെ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാരിനും അതൊരു ചെയ്യാം എന്നാണ്. നമ്മൾ ഇത്രയും കാശ് ഈ കലോത്സവത്തിന് വേണ്ടി ഇത്രയും കാശ് നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പം ഇതിലൊരു ചെറിയൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ 5 ലക്ഷം ചോദിച്ചത് കുറച്ചൊരു ഓവറാണ്. തീർച്ചയായും അവസാനമായി ഈ നടിയെക്കുറിച്ച് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ആരാണ് നടിയെന്നറിയാം. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുമ്പോൾ സ്വാഭാവികമായി ആ നടി ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്കത് മന്ത്രി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കേരളത്തോട് പറയുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന വ്യക്തി, ഈ നടി തുടക്കം മുതൽ, കുട്ടിക്കാലം മുതൽ ഇങ്ങനെ കലോത്സവങ്ങളിലൂടെ കടന്ന് വന്ന് ഓരോ സന്ദർഭങ്ങളിലും കുട്ടിക്കാലത്തെ ദൃശ്യമൊക്കെ തന്നെ നമുക്ക് യൂട്യൂബിലൂടെയും നമ്മുടെ കലോത്സവ സമയത്തൊക്കെ നമ്മളൊക്കെ ഒരു പക്ഷേ പഴയ അനുഭവങ്ങൾ എന്ന നിലയിലൊക്കെ ഈ വ്യക്തിയുടെ അനുഭവങ്ങളൊക്കെ കാണിക്കാറുള്ളതുമാണ്. ഏറ്റവും ഒടുവിൽ രണ്ടാമത് സിനിമയിലേക്ക് തിരിച്ച് ജീവിതമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വീണ്ടും വരുമ്പോൾ വളരെ വലിയ ആഘോഷത്തോടു കൂടിയൊക്കെ നമ്മൾ വരവേറ്റതാണ്. അപ്പോൾ അവരിൽ നിന്നും ഈ 5 ലക്ഷം തുക, നേരത്തെ പറഞ്ഞതുപോലെ തുക ഇടുമ്പോൾ പോലും അതിലും ഒരു മാന്യത കാട്ടിയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. മര്യാദ ഇല്ലാത്ത രീതിയിൽ എന്നാണ് മന്ത്രി പറയുന്നത്. ആ വശം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ. അല്ല, എനിക്ക് വളരെയധികം അതിശയം തോന്നുന്നു. ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് എൻ്റെ അടുത്തും പറയണം. എനിക്ക് ആളാരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ശ്രീ സുധീർ കരമന, നമുക്ക് പൊതുവേദിയിലൂടെ പറയുന്നത് ശരിയല്ല. കാരണം മന്ത്രി പറഞ്ഞു അത് പറയല്ലേ എന്ന്. അപ്പോൾ നമുക്ക് ശരിയല്ല, നമുക്കിനെ ഊഹിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പലരുടെയും ആ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ്, ഇന്നാളാണോ മറ്റേ ആളാണോ എന്നൊക്കെ. ഞാൻ പറയുന്നത് പൈസ, ഞാൻ വീണ്ടും പറയുന്നത് പൈസ ചോദിച്ചതല്ല തെറ്റ്. ഈ ഇത്തരത്തിൽ കുട്ടികളുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ചോദിച്ചതിന് മാത്രമേ ഞാൻ വിമർശിക്കുന്നുള്ളൂ. മന്ത്രിക്ക് ദേഷ്യം തോന്നത്തക്ക വിധത്തിലുള്ള പ്രതികരണം വന്നതിൽ മാത്രമുള്ള കാരണം 2 തലത്തിലാണ് ആളുകൾ ചോദിക്കുന്നത്. നേരത്തെ നീനാ പ്രസാദിനെ പോലുള്ളവർ പറയുന്നു, ജോലി ചോദിച്ചാൽ എന്താണ് പ്രശ്നം, ചെയ്യുന്ന ജോലിയല്ലേ. മാത്രമല്ല ഈ മേഖലയിൽ അങ്ങനെ പണം ഒഴുകുകയാണല്ലോ, പണക്കൊഴുപ്പിന്റെ മേഖലയാണല്ലോ. അതല്ല, ആശചരിത്ത് പറയുന്നു, ഞാൻ കഴിഞ്ഞ തവണ പങ്കെടുത്തത് ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതെയാണ് വന്നത്. കാരണം എന്താണ്, കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 2 വശം കൂടിയുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് പണത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ പൈസയുടെ അത് ഒരുപാടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ അവിടെ വേദികളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആവശ്യം പോലെ പൈസ ഒഴുകുന്ന, ഓരോ ഡാൻസിനായാലും ഓരോരോ പരിപാടിക്ക് ഓരോ രക്ഷകർത്താക്കൾ ഒരുപാട് പൈസ മുടക്കിയാണ് വരുന്നത്. ഇത് സർക്കാരിൻ്റെ ഇരിക്കുന്ന പൈസ എന്ന് പറയുന്നത് വേറെ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കാനും ബാക്കിയുള്ള കാര്യത്തിനുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മന്ത്രി പ്രസ്ഥാനിൽ പറയുന്നുണ്ടായിരുന്നു 5 ലക്ഷം രൂപ കൊടുക്കാൻ സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇത് ചോദിച്ചതിൻ്റെ രീതി ശരിയായില്ല. ഈ പറഞ്ഞ പർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടൊരു ഐറ്റത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് എന്ന് മന്ത്രി പറയുന്നുണ്ട്. മന്ത്രി ഒരുപാട് ഹർട്ട് ചെയ്തെന്ന് തോന്നുന്നല്ലേ സുധീർ? അതാവാം. ഇതൊക്കെ പറഞ്ഞു മാറാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും അവിടെ അങ്ങനെ ഒരു തെറ്റായ രീതിയിലേക്ക്, കാരണം നേരത്തെ ഇവിടെ നമ്മോടൊപ്പമുള്ള ബിജുല പറഞ്ഞതുപോലെ തന്നെ
ഈ നേരിട്ട് പോയി ഈ താരങ്ങളിലേക്ക് താരമൂല്യമൊക്കെ കണക്കാക്കി അവരെ വിളിക്കുന്നതിൻ്റെ കൂടി ഒരു പരിണത ഫലമാണ് ഇങ്ങനെ ഉണ്ടായത്. മറ്റുള്ളവർക്ക് കൂടി ഈ കലയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി ഇപ്പോൾ നിലവിലുള്ള നർത്തകിമാരായാലും കൊറിയോഗ്രാഫേഴ്സൊക്കെ ഒരുപാട് തലസ്ഥാനത്ത് തന്നെ ഉണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായി മാറണം എന്നാണോ താങ്കളും പറയുന്നത്? സുധീർ, എന്നോടാണോ? അതെ അതെ അതെ. അല്ലല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ച് കലാകാരന്മാരെ വിളിക്കരുത്, കലാകാരന്മാർ വരില്ല എന്നൊന്നുമില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തണം. സ്കൂളിൽ ഞാൻ നേരത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞായിരുന്നു, സ്കൂളിലുള്ളവരെ മാത്രം വിളിക്കുമ്പോൾ അവിടെ തന്നെ ഒരുപാട് ഡിസ്പാരിറ്റി ഉണ്ടെന്ന് അവർ തന്നെ പറയപ്പെടും. പിന്നെ ഒരു കാലത്ത് ഒരാളെ വിളിച്ചു മറ്റയാളെ വിളിച്ചില്ല എന്നുള്ളൊരു വലിപ്പച്ചെറുപ്പം അവിടെ പറയും. അതുകൊണ്ട് കലാകാരന്മാരോ ഈ സിനിമയിലുള്ളവരെ വിളിക്കുമ്പോൾ ആ വിധത്തിലുള്ള ടോക്ക് കഴിയുന്നത് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. കാരണം താങ്കൾ ഒരു പക്ഷേ ശ്രീ സുധീർ കരമന 10-25 എല്ലാ വർഷങ്ങളും നമുക്ക് പ്രധാന അധ്യാപകനായി ഇപ്പോൾ മടങ്ങിയെത്താം. ശ്രീ സുധീർ കരമന, ഇപ്പോൾ സ്നേഹമുൾ നൈനാൻ ആശാ ശരത്ത് നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ആശാ ശരത്തിനൊപ്പം ചേരുന്നുണ്ട്. സ്നേഹമോൾ, ഈ സംഭവത്തിൽ പ്രതികരണം തേടാം ആശയോട്. തീർച്ചയായും പ്രതീഷ്, അതായത് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗത നൃത്തം അവതരിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാനായി പ്രമുഖ നടി, അതായത് കലോത്സവത്തിലൂടെ വന്ന ഒരു നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവാദ പരാമർശമാണ് കേരളത്തിൽ ഏറെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത്ര തുക വാങ്ങണം എന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് കലയെ വില കൊടുത്ത് വാങ്ങാനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്നുള്ളത്. ഒരു കലാകാരി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? കല എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കലാകാരികളുടെ ഉപജീവന മാർഗമാണ്. ഇപ്പം എത്രയോ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച് അതിന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ജീവിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് കലാകാരികൾ കേരളത്തിനും പുറത്തുമുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇതിന് മുന്നത്തെ വർഷം ഞാൻ 60 കുട്ടികളുടെ കൂടെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ നൃത്തം അവതരിപ്പിച്ചിരുന്നു. അവരെ പരിശീലിപ്പിച്ചാണ് അവതരിപ്പിച്ചത്. 2 ദിവസം മുന്നേ വന്ന് അവരുടെ കൂടെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. അതിന് മുന്നത്തെ വർഷം ഞാനും കൂടി ഉണ്ടായിരുന്നു മുഖ്യ അതിഥിയായിട്ട് CMൻ്റെ കൂടെ. അന്ന് അവിടുത്തെ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു നൃത്തം അവതരിപ്പിക്കാമോ, അവരുടെ കൂടെ പെർഫോം ചെയ്യാമോ എന്ന്. അപ്പോൾ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ കുട്ടികൾക്ക് കൊടുത്ത വാക്കാണ്, മക്കളെ അടുത്ത വർഷം നിങ്ങളുടെ ഒപ്പം ഞാൻ കളിക്കും. ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത്. വളരെ സന്തോഷത്തോടുകൂടിയും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷണം പിന്നീട് അവർ 2ാമത്തെ വർഷം ഗവൺമെൻറ് വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് പണം ടിക്കറ്റ് എടുത്ത് ദുബായിൽ നിന്ന് വന്നാണ് ഞാൻ കുട്ടികളുടെ കളിച്ചത്. അത് ഞാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ചെയ്തത്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും എല്ലാ കലാകാരികളുടെയും കലാകാരന്മാരുടെയൊക്കെ ഒരു സ്വപ്നവേദിയാണ്. നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന വേദിയാണ്. അവർക്കൊപ്പം ചിലങ്ക കെട്ടുമ്പോൾ നമ്മളും അവരുടെ ആ തലമുറയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു നർത്തകി മാത്രമല്ല, നൃത്ത അധ്യാപിക കൂടിയാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത്. പിന്നെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ പെർഫോം ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട്, അതായത് ലോക കേരള സഭയടക്കം ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാറ്. അത് നമ്മുടെ തൊഴിലാണ്. അതിന് നമ്മൾ വേതനം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് കുട്ടികളുടെ കൂടെ ആവുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. മറ്റൊരാളത് ചെയ്യണം എന്ന് ഞാൻ അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല. എൻ്റേത് വ്യക്തിപരമായ തീരുമാനമായിരുന്നു. ഞാൻ വാങ്ങിക്കുന്നില്ല, ഞാൻ കുട്ടികളുടെ ഒപ്പം നൃത്തം ചെയ്യുമെന്നുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ 5 ലക്ഷം രൂപ പ്രതിഫലം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു, അതൊഴിവാക്കി വേറെ ആളുകളുടെ അടുത്ത് സൗജന്യമായി പഠിപ്പിക്കാൻ സന്നദ്ധരായ ആളുകളുടെ അടുത്ത് കൊടുത്തു. വീണ്ടും അതിനൊരു വിവാദത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട്? ഇല്ല, അത് ആ ഏത് കലാകാരിയോടാണോ കലാകാരനോടോ ചോദിച്ചു, അവർക്ക് അവരുടെ ഒരു റെമ്യൂണറേഷൻ പറഞ്ഞു. അത് പറ്റുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. അതൊരു വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര രൂപ ഒരു പെർഫോമൻസിന് വാങ്ങിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്, അല്ലേ? നമ്മളൊരു സിനിമയ്ക്കായിക്കോട്ടെ, നൃത്ത പരിപാടിക്കായിക്കോട്ടെ, ഇത്ര രൂപയാണ് റെമ്യൂണറേഷൻ എന്നൊരു കലാകാരൻ തീരുമാനിക്കുന്നത്. ആ ഒരു എന്താണ് നമ്മളുടെ റെമ്യൂണറേഷൻ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം തീർച്ചയായിട്ടും കലാകാരന്മാർക്കുണ്ട്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വാങ്ങിച്ചില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അവരെന്നോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ ഗവൺമെൻറ്. എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. അവർ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ വന്ന് ഞാൻ ചെയ്യുമായിരുന്നു. തീർച്ചയായും പ്രജീഷ്, ഒരു ഷൂട്ടിനിടയ്ക്കാണ് നടിയും നർത്തകിയുമായ ആശാ ശരത്ത് നമ്മളോട് പ്രതികരിച്ചത്.
അതായത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് എത്ര പ്രതിഫലം വാങ്ങണോ അതോ സൗജന്യമായി തന്നെ ഇത്തരം നൃത്താവിഷ്കാരങ്ങൾ പഠിപ്പിക്കണമോ എന്നുള്ളത്. ഓൺലൈനിലാണ് പ്രതികരണങ്ങൾ. ആ പ്രതികരണം തേടിയത് ആശാ ശരത്ത് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ മാതൃഭൂമി ന്യൂസിലൂടെ പ്രതികരിക്കുന്നത്, തത്സമയം പ്രതികരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തിപരമാണ് കാര്യങ്ങൾ. വാങ്ങുന്നവർക്ക് വാങ്ങാം. ഞാൻ കാട്ടിയത് എൻ്റെ ഉചിതമായ തീരുമാനമായിരുന്നു. അന്ന് പൈസ വാങ്ങേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. ഇതൊരു കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ആശാ ശരത്തിന്റെ പ്രതികരണം സംബന്ധിച്ച് നമ്മുടെ രണ്ട് അതിഥികളോടും ഒന്ന് ചോദിച്ച് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സുധീർ കരമനയിലേക്ക്. സുധീർ കരമന, താങ്കൾ കേട്ട് കാണുമല്ലോ ആശാ ശരത്തിന്റെ പ്രതികരണം, മറുപടി. അതെ, അല്ല, അത് പറഞ്ഞത് 100% ശരിയാണ്. അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. പിന്നെ വിവാദമാക്കുന്ന ആരാ വിവാദമാക്കുന്നത് ചർച്ചകൾ വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഇതൊരു വിവാദമല്ല. ഒരാൾ ചോദിക്കാൻ അദ്ദേഹം അല്ലെങ്കിൽ പ്രത്യേക നടിയോ അല്ലെങ്കിൽ കലാകാരി അവരവരുടെ ആ ഒരു പ്രതിഫലം ചോദിച്ചു, അത് പറ്റുന്നില്ല എന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു. അതവിടെ തീർന്നു. അത്ര വിവാദമാവുന്നില്ല അത്. ശരി. എന്തായാലും വലിയ തിരക്കുകൾ, ഷൂട്ടിംഗ് തിരക്കിലിടയിലായിരുന്നു. ഇതിലൂടെ നമ്മോടൊപ്പം സമയം കണ്ടതിന് വളരെയധികം നന്ദി ശ്രീ സുധീർ കരമന. അവസാനമായി നൃത്താധ്യാപിക ബിജുല കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. ശരത്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാലും സത്യം പറഞ്ഞാലില്ല. ഇപ്പോൾ സർക്കാരിന് അത് ആ ഒരു നടി പറഞ്ഞ റെമ്യൂണറേഷൻ ഓക്കെ അല്ലെങ്കിൽ അതങ്ങോട്ട് വിട്ട് കളഞ്ഞ് വേറെ ആളെ തിരയേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. അത് ഇത്രയും വിവാദമാക്കണമെന്ന് വെച്ചാൽ ആവശ്യമില്ലായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറെ ഒരു നടിയോ ഒരു നടനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ ഒരു ഗുരുവോ അവരുടെ ചിലവ് എല്ലാം അവർ ചോദിക്കുന്നതിന് റെമ്യൂണറേഷനായി ചോദിക്കുന്നതിൽ തെറ്റില്ല. അത് അവരുടെ തീരുമാനമാണ്. ഒരാൾ എനിക്ക് അവരുടെ സ്റ്റാൻഡ് ഇത്രയാണെന്ന് വെച്ചാൽ ആ സ്റ്റാൻഡിൽ അവർ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സർക്കാരിന് അത് പറ്റില്ല എന്ന് വെച്ചാൽ അതങ്ങോട്ട് വിട്ട് കളയുന്നതായിരുന്നു നല്ലത്. അത് ആശിഷിനോട് ഞാനും യോജിക്കുന്നു. ശരി, വളരെയധികം നന്ദി നിജുല ബാലകൃഷ്ണൻ. സുധീർ കരമന, ഒപ്പം തന്നെ നമ്മോട് തത്സമയം പ്രതികരിച്ച ആശാ ശരത്ത് നന്ദി അറിയിക്കുന്നു. മന്ത്രിയുടെ പ്രസ്താവനയാണ് ഈ ചർച്ചകൾക്ക് വഴിവെച്ചത്.